നമസ്കാരം, ഫെങ്ഷയിലേക്ക് സ്വാഗതം. ഫെങ്ഷയെക്കുറിച്ചുള്ള നമ്മുടെ സംശയങ്ങൾക്ക് നിവാരണം നൽകുവാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് തേജസ് ഫെങ്ഷയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. നമുക്കിന്നും വീണ്ടും ഒരു കത്താണുള്ളത്. ഞാനത് വായിക്കാം. ഞാൻ ബോംബെയിലാണ് താമസം. ഇവിടെ ഒരു ബെഡ്റൂമും ഒരു കിച്ചണും മാത്രമുള്ള ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. ടോയ്ലറ്റ് വടക്ക് ഭാഗത്താണ്. ഇവിടെ എനിക്ക് തൊഴിൽപരമായ തടസ്സങ്ങളാണ് ഉള്ളത്. ഇത്രയും ചെറിയ വീട്ടിൽ ഫെങ്ഷയി പ്രകാരം കറക്ഷൻസ് ചെയ്യാൻ കഴിയുമോ? ആദ്യം ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഒരു ഇതുണ്ട്. ഫെങ്ഷയി നമുക്ക് എവിടെ വേണോ അപ്ലൈ ചെയ്യാം. അതിന് ചെറിയ വീടോ വലിയ വീടോ എന്നൊരു പ്രത്യേകത. ഒരു റൂമാണെങ്കിൽ പോലും നമുക്കവിടെ ഫെങ്ഷയി അപ്ലൈ ചെയ്യാം. കാരണം ഫെങ്ഷയി അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ ബേസിക് ഫെങ്ഷയി ഉണ്ട്, അതായത് തന്നെ വാട്ടർ ഫെങ്ഷയി ഉണ്ട്, ഫ്ലൈയിങ് സ്റ്റാർ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഫെങ്ഷയി ആണുള്ളത്. അതിൽ ബേസിക്കോ ഫ്ലൈയിങ് സ്റ്റാറോ എന്ത് വേണോ നമുക്ക് ഒരു റൂമിൽ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആദ്യം ആ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആണെന്ന് പറഞ്ഞു, ഒരു കിച്ചണും ഒരു ബെഡ്റൂമും കൂടെ ചേർന്നിട്ടുള്ള സ്റ്റുഡിയോ അപ്പാർട്ട്മെൻ്റ് ആണ്, അങ്ങനെയാണ് വരുന്നത്. അപ്പം അതിനകത്ത് നമുക്ക് ഫെങ്ഷയിൽ ഉറപ്പായിട്ട് നമുക്ക് അവരുടെ പ്രശ്ന പരിഹാരം നമുക്ക് ചെയ്യാം. ഒന്ന് അവിടെ തൊഴിൽപരമായിട്ടുള്ള തടസ്സമാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. ഫാമിലി ഡീറ്റെയിൽസ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ല, തൊഴിൽപരമായിട്ടുള്ള തടസ്സം. അപ്പം അതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ആ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിൻ്റെ വടക്ക് ഭാഗത്ത് ടോയ്ലറ്റ് എവിടെയെന്നും എല്ലാം പറഞ്ഞിട്ടുണ്ടോ? ടോയ്ലറ്റ് വടക്ക് ഭാഗത്താണ്. അപ്പം അതാണ് ഏറ്റവും കൂടുതൽ ആ വീട്ടിലുള്ളൊരു പ്രശ്നമായിട്ട് നമുക്കത് കാണാൻ പറ്റും. കാരണം എപ്പോഴും വീടിൻ്റെ വടക്ക് ഭാഗം ആണ് തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സിന് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്. വടക്ക് ഭാഗം നമുക്ക് നല്ല രീതിയിൽ കെയർ ചെയ്ത് കഴിഞ്ഞാൽ തൊഴിൽ തടസ്സം എല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിൻ്റെ വടക്ക് ഭാഗത്ത് നമുക്ക് ഒരു ടോയ്ലറ്റ് എന്ന് പറഞ്ഞത്, നമുക്ക് അതിൻ്റെ റെമഡി എന്ന് പറയുമ്പോൾ ഒരു സ്റ്റോൺ, അതായത് ഈ കരിങ്കല്ലുണ്ടല്ലോ, പാറക്കഷ്ണം, അങ്ങനെ ഒരു കല്ല് നമുക്ക് ആ വടക്ക് ഭാഗത്തുള്ള ടോയ്ലറ്റിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ, അതായത് ഈ തുണിയൊക്കെ അലക്കുവാനോ അല്ലെങ്കിൽ കാലൊക്കെ തേച്ച് കഴുകുവാനോ ഒക്കെ ഉപയോഗിക്കുന്ന സ്റ്റോൺ നമുക്ക് ആ ഭാഗത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടോയ്ലറ്റ് വടക്ക് ഭാഗത്ത് വരുന്ന ആ ദോഷത്തെ കുറേയൊക്കെ നമുക്കത് കുറയ്ക്കുവാൻ പറ്റും. കാരണം വടക്ക് ഭാഗത്ത് ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ഈ തൊഴിൽ തടസ്സം വന്നത് അതുകൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു റെമഡി അവിടെ ചെയ്യുമ്പോൾ അവരുടെ ആ തൊഴിൽ തടസ്സം കുറേ നമുക്കതിന് മാറ്റം ഉണ്ടാവും. മാത്രമല്ല എൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഡയറക്ഷൻ പറഞ്ഞിട്ടില്ല. അപ്പം അതിൻ്റെ ഡയറക്ഷനും കൂടെ ഒന്ന്, കാരണം ആർക്കെങ്കിലും ഇനി അടുത്ത ശ്രദ്ധിക്കുക, ആരെങ്കിലും ലെറ്റർ അയക്കുമ്പോൾ ഫുൾ ഡീറ്റെയിൽസ് വെച്ച് അയച്ചില്ലെങ്കിൽ നമുക്ക് അതിനകത്തുള്ള കൃത്യമായിട്ടുള്ള മറുപടി തരാൻ നമുക്കതിന് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് എല്ലാ ഡീറ്റെയിൽസും വെച്ച് വേണം ലെറ്റർ അയക്കുവാനുള്ളത്. ഏതായിരുന്നാലും ആ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് താമസിക്കുന്ന പേര് എഴുതിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, പേര് എഴുതിയിട്ടില്ല. മാഡത്തിൻ്റെ പ്രത്യേകിച്ചൊരിത്, ആ വടക്ക് ഭാഗത്ത് വരുന്ന ആ ടോയ്ലറ്റിനകത്ത് നമുക്ക് ഒരു സ്റ്റോൺ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ടോയ്ലറ്റിൻ്റെ ദോഷം, അതായത് ആ ഭാഗത്ത് നിന്ന് വരുന്ന ആ ദോഷത്തെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള കുറേ തടസ്സങ്ങൾ നമുക്കതിനകത്ത് മാറ്റം ഉണ്ടാകും. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ വീടുകളിലും, ഇപ്പം ആ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, നമ്മളെല്ലാ വീടുകളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലിവിങ് റൂമിൻ്റെ വടക്ക് ഭാഗം എപ്പോഴും നമ്മൾ റെഡിയാക്കി ഇടുക. കാരണം തൊഴിൽ തടസ്സം മാറുവാൻ നമ്മുടെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, വീടിൻ്റെ ലിവിങ് റൂമിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു ഫിഷ് ടാങ്ക് വയ്ക്കാം, അല്ലെങ്കിൽ ലോഹ ആമ, അതായത് നമ്മൾ ഫെങ്ഷുയുടെ ഓപ്പൺ മാർക്കറ്റിലൊക്കെ നമുക്ക് ഫെങ്ഷുയുടെ ആ ടൂൾ ഇഷ്ടംപോലെ നമുക്ക് കിട്ടും, ലോഹ ആമ നമുക്ക് കിട്ടും. ഇതിനെ വടക്കോട്ട് തിരിച്ച് വെച്ചതിന് ശേഷം ആ ഒരു പ്ലേറ്റിൽ വയ്ക്കുക, അതിന് വടക്കോട്ട് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് തൊഴിൽ തടസ്സം മാറ്റിയെടുക്കാൻ പറ്റും. മാത്രമല്ല വേറെ ടൈപ്പ് ആമ കിട്ടും. അത് അടുത്ത എപ്പിസോഡിൽ ഞാനത് വിശദമായിട്ട് ഞാനത് പറഞ്ഞു തരാം. ആ ആമ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. അത് ഓപ്പൺ ചെയ്തിട്ട് റെഡ് കളർ ഒരു പേപ്പർ എടുത്തതിന് ശേഷം നമുക്ക് ഏത് ജോബാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് ആ പേപ്പറിൽ എഴുതി മടക്കിയിട്ട് ആ ആമയുടെ അകത്ത് വെച്ച് അടച്ച് വടക്ക് ഭാഗത്ത് വെച്ച് തല വടക്കോട്ട് തിരിച്ച് വെച്ചതിന് ശേഷം അതിൽ വെള്ളം നിറയ്ക്കണം. വെള്ളം നിറയ്ക്കുമ്പോൾ ഈ ഉള്ളിലിരിക്കുന്ന പേപ്പർ നനയാത്ത രീതിയിലാണ് വെള്ളം നിറയ്ക്കുന്നത്. അതിൻ്റെ കാല് മാത്രം വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ നിറച്ച് വെച്ച് കഴിഞ്ഞാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ജോലി നമുക്ക് കിട്ടുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കുറേയൊക്കെ ഇതൊരു സൈക്കോളജിക്കൽ എഫക്റ്റാണ്. നമ്മൾ എന്തിനെ ഫോക്കസ് ചെയ്യുന്നോ അത് കിട്ടുവാൻ വേണ്ടി പ്രകൃതി പോലും നമുക്ക് സൂട്ടബിൾ ആവും എന്നാണ് പറയാറുള്ളത്. അപ്പം ഇങ്ങനെ നമ്മൾ ഒരു ആമയുടെ വയ്ക്കുക, അതിനകത്ത് ഇത് ചെയ്ത് വയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് എന്താ പറയുക, ഒരു എനിക്കത് കിട്ടും എന്ന് നമുക്കൊരു ഫോക്കസ് ചെയ്യാനുള്ളൊരു ഇതുണ്ടാവും, ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ആ ഒരു കോൺഫിഡൻസ് നമ്മൾ പർട്ടിക്കുലർ ആ പോയിന്റിൽ നമ്മളെ എത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ എപ്പോഴും തൊഴിൽ തടസ്സം പല ആൾക്കാരും വിളിച്ച് ചോദിക്കാറുണ്ട് പലപ്പോഴും, സാർ എനിക്ക് ഇന്ന ജോലിയുടെ ഇന്ന പ്രശ്നമുണ്ട്, ഇന്ന പ്രോബ്ലംസ് ഉണ്ട്. ഇതെല്ലാം മാറുന്നതിന് വേണ്ടി നമ്മൾ വീടിൻ്റെ വടക്ക് ഭാഗം ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. വീടിൻ്റെ വടക്ക് ഭാഗത്ത് നമ്മൾ നോക്കിയില്ലെങ്കിലും ലിവിങ് റൂമിൻ്റെ വടക്ക് ഭാഗം. അപ്പം ചില ആൾക്കാരൊക്കെ വിളിച്ചിട്ട് പറയാറുണ്ട്, സാറേ ഞാൻ എൻ്റെ വീട്ടിലെ ബെഡ്റൂമിൻ്റെ വടക്ക് ഭാഗത്ത് ഞാനൊരു ആമയെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരിക്കലും ബെഡ്റൂമിൻ്റെ വടക്ക് ഭാഗത്ത് ആമയെ വയ്ക്കുവാൻ ഒരിടത്തും ആരും പറഞ്ഞിട്ടില്ല, ആരും എഴുതിയിട്ടുമില്ല.
ബെഡ്റൂമിൽ ഒരിക്കലും ജലസാന്നിധ്യം പാടില്ല. ഈ അത് ഓവറായിട്ട് ബ്ലൂ കളർ പോലും ആഡ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയാറ്. എന്നാൽ ഈ ഫ്ലൈയിങ് സ്റ്റാർ ഫെങ്ഷുയിൽ ചില കോമ്പിനേഷൻസ് അതായത് 7, 9 എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻസ് ഒക്കെ വരുന്ന ബെഡ്റൂമിൽ നമുക്ക് ബ്ലൂ ഷെയ്ഡ് കൊടുക്കാൻ ഞങ്ങളത് പറയാറുണ്ട്. പക്ഷേ ബ്ലൂ കളർ അധികം നമ്മുടെ ബെഡ്റൂമിനകത്ത് വരാൻ പാടില്ല. ജലസാന്നിധ്യം ബെഡ്റൂമിനകത്ത് വരാൻ പാടില്ല. ജലസാന്നിധ്യം വന്നു കഴിഞ്ഞാൽ തന്നെ അത് ഒത്തിരി ദോഷങ്ങൾ നമുക്കവിടെ ഉണ്ടാകും. ദോഷങ്ങളെന്ന് പറയുമ്പോൾ കുടുംബ ബന്ധങ്ങൾ തന്നെ ദൃഢമാവാത്തൊരവസ്ഥ, അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവാൻ ചാൻസ് ഉണ്ട്, വഴക്കുണ്ടാവാനൊക്കെ ഒത്തിരി ചാൻസ് കൂടുതലാണ്. അപ്പോൾ ബെഡ്റൂമിൻ്റെ വടക്ക് ഭാഗത്തൊന്നും ഒരു കാരണവശാലും നമുക്ക് ആമയെ കൊണ്ട് വയ്ക്കരുത്. അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ തൊഴിൽപരമായിട്ടുള്ള തടസ്സം അത് എൻ്റെ ഈ ഒരു പർട്ടിക്കുലർ ഒരു വ്യക്തിക്ക് മാത്രമാണ്, അതുകൊണ്ട് ഞാൻ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ വടക്ക് ഭാഗത്ത് വയ്ക്കാം എന്നൊന്നും കരുതിയിട്ട് ആരും വടക്ക് ഭാഗത്ത് കൊണ്ട് വയ്ക്കരുത്. ലിവിങ് റൂമിൻ്റെ വടക്ക് ഭാഗത്ത് അല്ലെങ്കിൽ ഡൈനിങ് റൂമിൻ്റെ വടക്ക് ഭാഗത്ത് ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ ബെഡ്റൂമിൽ വയ്ക്കാൻ പാടില്ല. പിന്നെ വീടിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു ചെറിയൊരു ഒരു വാട്ടർ ടാങ്കൊക്കെ നമ്മൾ ഭൂമിയിൽ തന്നെ ഒരു ടാങ്ക് സെറ്റ് ചെയ്തതിന് ശേഷം പറ്റുമെങ്കിൽ ഈ ആമയൊക്കെ കിട്ടുമെങ്കിൽ അതിനകത്ത് വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇതേപോലെ തൊഴിൽ തടസ്സവും കാര്യങ്ങളൊക്കെ മാറുവാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അപ്പോഴും നമുക്ക് ജീവനുള്ള ആമ നമുക്ക് അക്വരത്തിലൊക്കെ കിട്ടുന്നുണ്ട്. ഇങ്ങനെയുള്ള ആമയൊക്കെ നമുക്ക് വാങ്ങിച്ച് വളർത്തി കഴിഞ്ഞാൽ തൊഴിൽപരമായിട്ടുള്ള തടസ്സം കുറേയൊക്കെ നമുക്ക് മാറ്റം ഉണ്ടാകും. പിന്നെ ഈ തൊഴിൽ തടസ്സം മാറിയാലേ നമുക്ക് വീട്ടിൽ സാമ്പത്തികം ഉണ്ടാവുകയുള്ളൂ. അതെല്ലാവരും പല ആൾക്കാരും വിളിച്ച് ചോദിക്കാറുണ്ട്, സാറേ എൻ്റെ വീട്ടിൽ ഒത്തിരി എനിക്ക് കടമുണ്ട്, എനിക്ക് ആ കടം തീരാൻ എന്താണ് വഴി, അതിന് പൈസ വരാൻ എന്താണ് വഴി? പല ആൾക്കാരും പറയാറുണ്ട്. എല്ലാവരോടും ഞാൻ പറയുന്നതാണ്, ഒരിക്കലും പൈസ വെറുതെ വരത്തില്ല. നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സാമ്പത്തികം നമുക്ക് കിട്ടുകയുള്ളൂ. ആ ജോലി ചെയ്യുവാനുള്ളൊരു ആത്മവിശ്വാസവും ആ ഒരു മൂഡ്, നമുക്ക് രാവിലെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു മൂഡുണ്ടെങ്കിൽ മാത്രമേ അന്നത്തെ ദിവസങ്ങളെല്ലാം നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ് ആവത്തുള്ളൂ. അപ്പം ആ ഒരു നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യുക, അതാണ് നമ്മളിതിൽ ഫെങ്ഷുയിലൂടെ നമ്മൾ ചെയ്യുന്നത്. എപ്പോഴും നല്ല രീതിയിലൊരു പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക. അലസതയും മടിയും എല്ലാം മാറിയിട്ട് വീട്ടുകാരെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി വളരെ ഹാപ്പി ആയിട്ട് വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ആ വീട്ടിൽ എല്ലാവർക്കും വളരെ സന്തോഷമായിരിക്കും. ഈ സന്തോഷം വരണമെങ്കിൽ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നമ്മുടെ വീട്ടിൽ ഉണ്ടാവണം. ആ എനർജി ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മൾ ഫെങ്ഷുയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട്. അപ്പം അങ്ങനെ അപ്ലൈ ചെയ്ത് വീടിൻ്റെ വടക്ക് ഭാഗത്തൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തൊഴിൽപരമായിട്ടുള്ള തടസ്സം അല്ലെങ്കിൽ തൊഴിലിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നമുക്ക് പ്രൊമോഷൻ കിട്ടാതിരിക്കുന്നൊരവസ്ഥ, ഇങ്ങനെയുള്ള അവസ്ഥകളെയൊക്കെ നമുക്ക് അതിൻ്റെയൊക്കെ തരണം ചെയ്യുവാൻ വീടിൻ്റെ വടക്ക് ഭാഗം അല്ലെങ്കിൽ ലിവിങ് റൂമിൻ്റെ വടക്ക് ഭാഗമൊക്കെ നമ്മൾ ക്ലീനാക്കി ഇടുക. വടക്ക് ഭാഗത്ത് ലിവിങ് റൂമിൻ്റെ വടക്ക് ഭാഗത്ത് ബ്ലൂ കളർ പെയിൻ്റൊക്കെ അടിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അത് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നാളെ എല്ലാവരും ബ്ലൂ കളർ അടിക്കേണ്ട കാര്യമില്ല. ചില വീടുകളിൽ നമ്മൾ വരുന്ന എനർജി ലെവൽ ഫ്ലൈയിങ് സ്റ്റാർ ഫെങ്ഷു അനുസരിച്ച് എനർജി ലെവൽ വരുന്നതിനനുസരിച്ച് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. അതങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു മാറ്റം നമുക്ക് അതിനകത്തുണ്ടാവും. അതുകൊണ്ട് ഇപ്പം വിളിച്ചിട്ടുള്ള ബോംബെയിൽ നിന്ന് ലെറ്റർ അയച്ചിട്ടുള്ള അല്ലേ മാഡത്തിൻ്റെ ഇത് നിങ്ങളുടെ വീടിൻ്റെ വടക്ക് ഭാഗത്തുള്ള ആ ടോയ്ലറ്റിലൊരു സ്റ്റോൺ വയ്ക്കുക. ആ സ്റ്റോൺ വയ്ക്കുമ്പോൾ അതിൻ്റെ ആ ഒരു എനർജി മാറ്റം ഉണ്ടാവും. തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. വളരെ നല്ലൊരു മാറ്റം ഉണ്ടാവും. കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുവാനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് നോക്കിയതിന് ശേഷം വിളിക്കുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ വീട് വന്ന് സന്ദർശിച്ച് അതിനുള്ള റെമഡി ചെയ്തു തരാം. നമസ്കാരം.